ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ എൻ ക്വീൻസ് പ്രോബ്ലമിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഫോർ ക്വീൻസ് പ്രോബ്ലം ചെയ്ത് കാണിക്കാം. ആൻഡ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഫോർ ക്വീൻസ് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഡ്രോ ചെയ്ത് വെച്ച ഒരു ഡയഗ്രാമിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് അതിൽ ഒരു ഫീസിബിൾ സൊല്യൂഷൻ മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് ബാക്ക് ട്രാക്കിംഗ് ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ബാക്ക് ട്രാക്കിങ്ങിൽ എല്ലാ ഫീസിബിൾ സൊല്യൂഷൻസും നമ്മൾ കണ്ടുപിടിക്കും, ആൻഡ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ചെയ്ത് കാണിച്ചപ്പോൾ വൺ ഓഫ് ദി ഫീസിബിൾ സൊല്യൂഷൻ മാത്രമാണ് ആ ഒരു ഡയഗ്രാമിൽ നിന്ന് കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ ക്വീൻസ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ലൈവായിട്ട് കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഇതിലുള്ള എല്ലാ ഫീസിബിൾ സൊല്യൂഷൻസും എങ്ങനെ ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കണം എന്നും കാണിച്ചു തരാം. ആൻഡ് നമ്മൾ എൻ ക്വീൻസ് പ്രോബ്ലം ചെയ്യുന്നത് സ്റ്റേറ്റ് സ്പേസ് ട്രീ വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളിന് എടുക്കാൻ പോകുന്നത് ഫോർ ക്വീൻസ് പ്രോബ്ലമാണ്. ഇറ്റ് മീൻസ് ഫോർ ക്വീൻസ് കാണും, Q1, Q2, Q3 ആൻഡ് Q4. നമ്മളെടുക്കുന്ന ചെസ് ബോർഡിൻ്റെ സൈസ് 4x4 ആണ്. ഇനീഷ്യലി ആ ഒരു നോഡ് ഫുള്ള് എം ടി ആയിരിക്കും. സ്റ്റേറ്റ് സ്പേസ് ട്രീ ആണ്. 4x4 ചെസ് ബോർഡ് ആദ്യം തന്നെ വരയ്ക്കാം. ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇങ്ങനെ എം ടി ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് Q1 പ്ലേസ് ചെയ്യണം, ദെൻ Q2, Q3 ആൻഡ് Q4. എൻ ക്വീൻസ് പ്രോബ്ലമിൻ്റെ കൺസ്ട്രെയിൻസ് അറിയാലോ. നോ ടു ക്വീൻസ് ഷുഡ് ബി ദെയർ ഇൻ ദ സെയിം റോ, സെയിം കോളം ആൻഡ് ഡയഗണലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇപ്പോൾ Q1നെ വയ്ക്കുവാണെങ്കിൽ ഈ റോ, ഈ കോളം, പിന്നെ ഡയഗണലായിട്ട് വേറൊരു ക്വീനെ പ്ലേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ക്വീന് വേറൊരു ക്വീനെ അറ്റാക്ക് ചെയ്യും. സോ രണ്ട് ക്വീൻസ് സെയിം റോ, സെയിം കോളം ആൻഡ് ഡയഗണലി വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് Q1നെ പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതിൽ നമുക്ക് എത്ര ക്വീൻസ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അത്ര ലെവൽസ് കാണും നമ്മളുടെ ഈ ഒരു സ്റ്റേറ്റ് സ്പേസ് ട്രീയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് Q1നെ പ്ലേസ് ചെയ്യാം. ഇപ്പം ഞാൻ Q1നെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് പൊസിഷനിലാണ്, 0th കോളം 0th റോ, അതിലാണ് ഞാൻ ഇപ്പോൾ ഈ Q1നെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, Q1നെ പ്ലേസ് ചെയ്തു. Q1 ഇപ്പോൾ ഇവിടെ വെച്ചതുകൊണ്ട് ഈ കോളം, ഈ റോ, പിന്നെ ഇങ്ങനെ ഈ ഡയഗണലായിട്ട് എനിക്ക് അടുത്ത ക്വീനെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ അടുത്ത ക്വീനെ വയ്ക്കാൻ പറ്റുന്ന അടുത്ത പോസിബിലിറ്റിയാണ് ഈ ഒരു പൊസിഷൻ. അപ്പോൾ അടുത്ത ഇതിൽ ക്വീൻ 2നെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ക്വീൻ 1നെ വെച്ചു, അടുത്ത ഇതിൽ ക്വീൻ 2നെ വയ്ക്കാൻ പോവാണ്. ക്വീൻ 1നെ വെച്ചു, ക്വീൻ 2 ഇതിൽ വെക്കാൻ പറ്റൂല, ഇതിൽ വെക്കാൻ പറ്റൂല, ഡയഗണലായി പോവും. ഇതിൽ ക്വീൻ 2നെ വെക്കാം. ഓക്കെ, ക്വീൻ 2നെ ഇപ്പോൾ ഇതിൽ വെച്ചു, പ്ലേസ്ഡ് Q2. ഇനി Q3 ആണ് നോക്കേണ്ടത്. Q3 വെക്കുമ്പോൾ എനിക്ക് ഈ കോളത്തിൽ വെക്കാൻ പറ്റില്ല, ഈ റോയിൽ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കാൻ പറ്റില്ല. ആൻഡ് Q2 ഇവിടെ പ്ലേസ് ചെയ്തത് കൊണ്ട് ഈ ഒരു റോയിൽ, കോളത്തിൽ വെക്കാൻ പറ്റില്ല, ഈ റോയിൽ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കാൻ പറ്റില്ല, ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ Q3 എനിക്ക് വെക്കാനേ പറ്റില്ല. ഇവിടെ പറ്റില്ല, ഇതിൽ പറ്റില്ല. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ഡെഡ് എൻഡ്. ഇതിലെനിക്ക് ഈ ഒരു റോ, തേർഡ് റോയിൽ എനിക്ക് ഒരു ക്വീനെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡെഡ് എൻഡ് ആണ്. ഡെഡ് എൻഡ് വരുമ്പോൾ വി നീഡ് ടു ബാക്ക് ട്രാക്ക് ആൻഡ് ഗോ ടു ദ പ്രീവിയസ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് വന്നു. ഇതിലല്ലേ നമ്മൾ Q2നെ ഇവിടെ പ്ലേസ് ചെയ്തത്. ഇനി Q2നെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കുള്ള പോസിബിലിറ്റിയാണ് ഈ ഒരു പ്ലേസിൽ Q2നെ വെക്കുക എന്നുള്ളത്. ബിക്കോസ് ക്വീൻ 1 ഇവിടെ വെച്ചതുകൊണ്ട് ഈ കോളം, ഈ റോ ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കാൻ പറ്റില്ല. ബട്ട് ഇവിടെയും നമുക്ക് സെക്കൻഡ് ക്വീനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വീനെ ആദ്യം ഇവിടെയായിരുന്നു പ്ലേസ് ചെയ്തത്, അത് മാറ്റിയിട്ട് സെക്കൻഡ് ക്വീനെ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ക്വീൻ 1 ഇവിടെ, Q2 ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി നോക്കാം, ക്വീൻ 1 ഇവിടെ ആയതുകൊണ്ട് ഈ കോളത്തിൽ വെക്കാൻ പറ്റില്ല, ഈ റോയിൽ വെക്കാൻ പറ്റില്ല, ഈ ഡയഗണലായിട്ട് വേറെ ക്വീനെ വെക്കാൻ പറ്റില്ല. ദെൻ Q2 ഇവിടെയാണ്. സോ ഈ റോ, ഈ കോളം, ദെൻ ഇങ്ങനെ ഡയഗണലായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു പ്ലേസിൽ ക്വീൻ 3നെ പ്ലേസ് ചെയ്യാം. ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് ക്വീൻ 3നെ അവിടെ പ്ലേസ് ചെയ്യാം. വേറെ എവിടെയും ക്വീൻ 3നെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു പൊസിഷനിൽ ക്വീൻ 3നെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ക്വീൻ 3. ഓക്കെ, ക്വീൻ 1 ഇവിടെ വെച്ചു, ക്വീൻ 2 ഇവിടെ വെച്ചു, ക്വീൻ 3നെ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ച് വേറെ ക്വീൻസ് ഒന്നും അറ്റാക്ക് ചെയ്യൂല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വീൻ 4നെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്.
ക്വീൻ ഫോറിനെ ഇതിൽ വെക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് സെയിം റോ ഡയഗണലായിട്ടും വരുന്നുണ്ട്. ഇവിടെയും വെക്കാൻ പറ്റില്ല, ഇവിടെയും പറ്റില്ല, ഇവിടെയും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് വരച്ച് നോക്കാം. ഇവിടെ പറ്റില്ല. ഈ ക്വീൻ 1 ഉള്ളതുകൊണ്ട് ഈ റോ ഈ കോളം പറ്റില്ല, ഇങ്ങനെ ഡയഗണലായിട്ടും പറ്റില്ല. ക്വീൻ 2 ഉള്ളതുകൊണ്ട് ഈ റോ പറ്റില്ല, ഇത് പറ്റില്ല, ഇങ്ങനെ ഡയഗണലായിട്ട് പറ്റില്ല. ക്വീൻ 3 ഉള്ളതുകൊണ്ട് ഈ റോ പറ്റില്ല, ഇത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാം ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് അവിടെ ക്വീൻ 4നെ വയ്ക്കാൻ സ്പേസ് ഇല്ല. സോ ദാറ്റ് ഈസ് എ ഡെഡ് എൻഡ്. അവിടെ ഒരു ഡെഡ് എൻഡ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ഇത് ഡെഡ് എൻഡ് ആണ്. സോ ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് ഇതിലോട്ട് പോയി. ഇവിടെ നമ്മൾ അടുത്തത് Q3 അല്ലേ പ്ലേസ് ചെയ്തത്. Q3 നമ്മൾ ഈ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്തു. ഇനി Q3നെ മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇവിടെ പറ്റുമോ, പറ്റൂല, ഇവിടെയും പറ്റൂല. സോ ഇതിൽ നമുക്ക് പറ്റൂല. സോ അഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോകണം. ഇതിൽ നമ്മൾ ക്വീൻ 2നെ ആദ്യം ഈ ഒരു പൊസിഷനിൽ വെച്ചു, അത് ഡെഡ് എൻഡായി. പിന്നെ ഈ ഒരു പൊസിഷനിൽ വെച്ചു, അതും ഡെഡായി. ഇനി Q2നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റൂല. സോ ഇവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോവാം. പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം Q1നെ ഈ ഒരു പൊസിഷനിലാണ് വെച്ചത്. ഇനി Q1 എനിക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം, ഇതിൽ വെക്കാം, ഇതിൽ വെക്കാം. അപ്പോൾ സെക്കൻഡ് പോസിബിലിറ്റി ക്വീൻ 1നെ ഇവിടെ വെക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് എഗെയിൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ക്വീൻ 1നെ ഇവിടെ വെച്ചു. ക്വീൻ 2നെ വെക്കാൻ പറ്റുമോ നോക്കണം. ഈ കോളം പറ്റൂല, ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല, ഇങ്ങനെയും ഡയഗണലി പറ്റൂല. അപ്പോൾ ക്വീൻ 2നെ എനിക്ക് ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ Q1നെ പ്ലേസ് ചെയ്തു. അടുത്ത് Q2നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. പ്ലേസ് Q2. അപ്പോൾ ആദ്യം Q1 ഇവിടെ വെച്ചു, Q2 നമ്മൾ ഇവിടെ വെച്ചു. ഇനി Q3 വെക്കാൻ പറ്റുമോ എന്ന് നോക്കണം. സെയിം കോളം സെയിം റോ പറ്റൂല, ഡയഗണലി പറ്റൂല. ഇനി Q2 എടുക്കുകയാണെങ്കിൽ സെയിം റോ സെയിം കോളം പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. ബട്ട് ഈ ഒരു കോളത്തിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഫ്രീ ആണ്. അപ്പോൾ ക്വീൻ 3നെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് Q3. Q1 ഇവിടെ വെച്ചു, Q2 നമ്മൾ ഈ പൊസിഷനിലാണ് വെച്ചത്. Q3 വയ്ക്കാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. സോ ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ച് ഒന്നിനും ഡയഗണലായിട്ടുമില്ല, സെയിം റോ സെയിം കോളത്തിലും ഇല്ല. ഇനി അടുത്തത് നമ്മൾ Q4നെയാണ് വെക്കേണ്ടത്. Q4നെ വയ്ക്കുമ്പോൾ ഈ റോ ഈ കോളം വയ്ക്കാൻ പറ്റൂല, ഈ റോ ഈ കോളം വയ്ക്കാൻ പറ്റൂല, ഇങ്ങനെ ഡയഗണലായിട്ടും വയ്ക്കാൻ പറ്റൂല. ദെൻ ഈ റോ ഈ ഒരു കോളം വയ്ക്കാൻ പറ്റില്ല, ഡയഗണലായിട്ട് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കോളം ഫ്രീ അല്ലേ. ഇതിൽ നമുക്ക് ക്വീൻ 4നെ വെക്കാൻ പറ്റും. അപ്പോൾ പ്ലേസ് ക്വീൻ 4. ക്വീൻ 4നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം. ഈ ഒരു പൊസിഷൻ ആണെങ്കിൽ ഒരു എലമെൻറ്റിനും ഡയഗണലായിട്ടും ഇല്ല, സെയിം റോ സെയിം കോളത്തിലും ഇല്ല. അപ്പോൾ ക്വീൻ 4നെ നമുക്ക് ഇവിടെ വെക്കാം. ക്വീൻ 1, ക്വീൻ 2 ഇവിടെ വെച്ചു, ക്വീൻ 3 ഇവിടെ വെച്ചു, ക്വീൻ 4 നമുക്ക് ഇവിടെ വെക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി സൊല്യൂഷൻ. ഇറ്റ് ഈസ് one of the feasible solution. ഇനി ഇതല്ലാതെ വേറെയും സൊല്യൂഷൻസ് നമുക്ക് കിട്ടാം. ബിക്കോസ് ക്വീൻ 1നെ നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ഇനി ഈ പൊസിഷനിൽ വെക്കാം, ഈ ഒരു പൊസിഷനിൽ വെക്കാം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ഫീസിബിൾ സൊല്യൂഷൻസും എടുത്ത് എഴുതണം. ബിക്കോസ് ബാക്ക് ട്രാക്കിങ്ങിൽ നമ്മൾ ഓൾ ദി ഫീസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിലാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോസിബിലിറ്റിയാണ് ക്വീൻ 1നെ ഈ തേർഡ് കോളത്തിൽ വെക്കുന്നത്. അപ്പോൾ ക്വീൻ 1നെ തേർഡ് കോളത്തിൽ വെച്ചു. പ്ലേസ് ക്വീൻ 1. ഇനി ക്വീൻ 2നെ എവിടെ വെക്കാൻ നോക്കാം. ഈ കോളം ഈ റോയിൽ വെക്കാൻ പറ്റൂല, ഈ ഡയഗണലായിട്ട് പറ്റൂല, ഇവിടെയും പറ്റൂല. അപ്പോൾ ക്വീൻ 2നെ എനിക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാൻ പറ്റും. സോ അടുത്ത് നമുക്ക് ക്വീൻ 2നെ പ്ലേസ് ചെയ്യാം. ക്വീൻ 1 ഇവിടെ വെച്ചു, ക്വീൻ 2 ഇവിടെ വെച്ചു. ഇനി അടുത്ത് Q3 ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് പ്ലേസ് Q2. അടുത്ത് ക്വീൻ 3. ഈ ഒരു കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലായിട്ട് പറ്റൂല, ഇത് പറ്റൂല. ഇനി Q2 ഇവിടെ വെച്ചതുകൊണ്ട് ഇവിടെയും പറ്റൂല, ഇവിടെയും പറ്റൂല, ഡയഗണലായിട്ട് ഇവിടെയും പറ്റൂല. അപ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ക്വീൻ 3നെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്വീൻ 3നെ വെക്കാം. ഓക്കെ, Q1 ഇവിടെ വെച്ചു, Q2 ഇവിടെ വെച്ചു, Q3 ഇവിടെ വയ്ക്കാം. ഇപ്പോൾ ഒന്നിനും ഡയഗണലായിട്ടും ഇല്ല, നേരെയില്ല, അങ്ങനെയില്ല. അപ്പോൾ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും. ഇനി ക്വീൻ 4 ആണ്. ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. ക്വീൻ 2 എടുക്കുവാണെങ്കിൽ ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. Q3 ആണെങ്കിൽ ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. ഈ ഒരു സ്പേസ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് ക്വീൻ 4നെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ക്വീൻ 4.
ഇപ്പോൾ Q1, Q2, Q3, ഇവിടെ നമുക്ക് Q4നെ വയ്ക്കാം. അപ്പോൾ ഇതും വൺ ഓഫ് ദി ഫീസിബിൾ സൊല്യൂഷനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 3 പോസിബിലിറ്റീസ് നോക്കി. ഇനി ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്, Qn1നെ ഈ ലാസ്റ്റ് കോളത്തിൽ വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി ട്രൈ ചെയ്ത് നോക്കണം. Qn1നെ ഈ ഒരു കോളത്തിൽ വെച്ചു. അടുത്ത് Q2 ആണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. Qn2നെ എനിക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ പ്ലേസ് Q2. Q1 ഇവിടെ വെച്ചു, Q2 ഇവിടെ വെച്ചു. ഇനി Q3 ആണ് വെക്കേണ്ടത്. ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. ഈ കോളം ഈ റോ പറ്റൂല, ഇങ്ങനെ ഡയഗണലിയും പറ്റൂല. ഇവിടെ എനിക്ക് Q3നെ വെക്കാം. അപ്പോൾ Q1, Q2, Q3. ഇനി Q4 വെക്കണം. ബട്ട് Q4 ഇവിടെ വെക്കാൻ പറ്റൂല, ഇങ്ങനെ ഡയഗണലി പറ്റൂല. ഇത് ഇങ്ങനെ ഡയഗണലി പറ്റൂല. ദെൻ ഇത് ഇങ്ങനെ ഡയഗണലിയും പറ്റൂല. ഇതൊരു ഡെഡ് എൻഡ് ആണ്. ഇതിലെനിക്ക് Q4നെ വെക്കാൻ പറ്റൂല. ഓക്കെ, സോ ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ബാക്ക് ട്രാക്ക് ചെയ്ത് പ്രീവിയസ് സ്റ്റെപ്പിലോട്ട് പോവുക. Q3നെ എനിക്ക് ഇവിടെ വെക്കാൻ പറ്റി, വേറെ പ്ലേസ് ഇല്ല എനിക്ക് Q3നെ വെക്കാം. അപ്പോൾ ഇവിടെ നിന്നും ബാക്ക് ട്രാക്ക് ചെയ്ത് പോകണം. ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ Q2നെ നമ്മൾ ഇവിടെയാണ് ആദ്യം പ്ലേസ് ചെയ്തത്. അപ്പോൾ Q2നെ എനിക്ക് ഇവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റും. സോ Q2നെ ഇവിടെ പ്ലേസ് ചെയ്യാം. Q1നെ ഇവിടെ വെച്ചു, Q2നെ ഇവിടെയും വെച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. ഈ കോളം ഈ റോ ഇങ്ങനെ ഡയഗണലി ഇനി എലമെൻറ്റ്സ് പറ്റൂല. ഈ കോളം ഈ റോ ഇങ്ങനെ ഡയഗണലി പറ്റൂല, ഇങ്ങനെയും ഡയഗണലി പറ്റൂല. അപ്പോൾ എനിക്ക് Q3 ഇപ്പോൾ എവിടെയും വയ്ക്കാൻ പറ്റൂല. Q3 വയ്ക്കാൻ ഒരു പ്ലേസും ഇല്ല ഈ തേർഡ് കോളത്തിൽ. അപ്പോൾ തേർഡ് കോളത്തിൽ ഒരു ക്വീനും വയ്ക്കാൻ പറ്റൂല. അപ്പോൾ ഇതും ഒരു ഡെഡ് എൻഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എല്ലാ പോസിബിലിറ്റീസും പോയി. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫീസിബിൾ സൊല്യൂഷൻസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ക്വീൻസ് പ്രോബ്ലത്തിൻ്റെ 4 ക്വീൻസ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഇതും. ദ സൊല്യൂഷൻസ് ആർന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ചെസ് ബോർഡ് മാത്രം സെപ്പറേറ്റ് എഴുതി കാണിച്ചാൽ മതി. ആദ്യം ഇങ്ങനെ സ്റ്റേറ്റ് സ്പേസ് ട്രീ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ചെസ് ബോർഡിനെയും സെപ്പറേറ്റ് എടുത്ത് എഴുതിയിട്ട് ഫീസിബിൾ സൊല്യൂഷൻസ് ആരെന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ 4 ക്വീൻസ് പ്രോബ്ലം. താങ്ക് യു.